ശബരിമല കൊടിമരം പുനഃപ്രതിഷ്ഠാ കേസിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തി വിജിലൻസ്. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് കുമാർ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. നാണയങ്ങളായി സ്വർണം നൽകിയെന്നിവർ സ്ഥിരീകരിച്ചു. സ്വർണത്തിന്റെ കണക്കും അറിയിച്ചതായി സൂചന. മൊഴി നൽകാൻ തയ്യാറെന്ന് മോഹൻലാലും സുരേഷ് ഗോപിയും അറിയിച്ചു. കൂടുതൽ താരങ്ങളുടെ മൊഴി ഈ ആഴ്ച രേഖപ്പെടുത്തും. ജോബി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, ഈ ഷാജി കൈലാസ് അടക്കമുള്ളവരുടെ മൊഴി എപ്പോഴാണ് വിജിലൻസ് എടുത്തത്? ഇനി കൂടുതൽ താരങ്ങളുണ്ട്. എങ്ങനെയാണ് വിജിലൻസിന്റെ നീക്കങ്ങൾ? ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് 27 പേരാണ് പണവും അതോടൊപ്പം തന്നെ സ്വർണവും ഒക്കെ നൽകിയിരിക്കുന്നത്. അതിൽ നടൻ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഇക്കാര്യം നേരത്തെ തന്നെ താൻ നൽകിയിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് സംവിധായകൻ ഷാജി കൈലാസ്, അതോടൊപ്പം തന്നെ രഞ്ജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരാണ്. ഇവർ സ്വർണം നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി ചെയ്തിട്ടുണ്ട്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അന്വേഷണ സംഘം സുരേഷ് ഗോപിയുമായി സംസാരിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയും മൊഴി നൽകാൻ തയ്യാറാണെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടി സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയത്തായിരിക്കും മൊഴി രേഖപ്പെടുത്തുക. മോഹൻലാൽ നിർദ്ദേശിച്ച അടിസ്ഥാനത്തിലാണ് സ്വർണം നൽകിയത് എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നത്. സ്വാഭാവികമായും മോഹൻലാലിൽ നിന്ന് ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ മൊഴി നൽകിയിരിക്കുന്ന ആളുകളിൽ നിന്നായിരിക്കും സ്വർണം നൽകിയിരിക്കുന്ന ആളുകളിൽ നിന്നായിരിക്കും മൊഴി രേഖപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും അഭിഭാഷക കമ്മീഷണർ ഉൾപ്പെടെ ചോദ്യം ചെയ്യുക. ഈ 27 പേരൊഴികെ കുറച്ച് ആളുകൾ കൂടി സ്വർണം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അത് ആരിൽ നിന്നൊക്കെയാണ് സ്വർണം വാങ്ങിയിട്ടുള്ളത്, അത് എത്രത്തോളം അതിന്റെ കണക്കുകൾ എവിടെ, ബാക്കി വന്ന സ്വർണം ഉണ്ടെങ്കിൽ അത് എവിടെയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 1 മാസത്തിനുള്ളിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, ഈ അന്വേഷണത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാവും കേസെടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക.